ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കുടുംബത്തിന്റെ വിജയഗാഥയാണ്. പക്ഷേ ആ വിജയം മാത്രമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അത് ഒരുപാട് പണമുണ്ടാക്കുന്നതാണോ? അതോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യത്തിന് സമയവും സമാധാനവും കിട്ടുന്നതാണോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ശരിക്കും അശ്വിൻ മിസ്ത്രിയുടെയും കുടുംബത്തിന്റെയും അനുഭവം. അതെ, വെസ്റ്റീജ് വിന്നിംഗ് ടീം എന്നിവയുടെ ഭാഗമായി വലിയ വിജയം നേടിയ ഒരു കുടുംബം. അപ്പോൾ നമുക്ക് ഈ കഥയിലേക്കൊന്ന് ആഴത്തിലിറങ്ങി നോക്കാം. എങ്ങനെയാണ് ഒരു സാധാരണ കുടുംബം എപ്പോഴും ടെൻഷൻ നിറഞ്ഞ ജോലിയും ബിസിനസ്സുമൊക്കെ വിട്ട് ഡയറക്ട് സെല്ലിംഗ് എന്നൊരു സിമ്പിൾ വഴിയിലൂടെ അവരുടെ ജീവിതം തന്നെ മാറ്റിയെഴുതിയത്? തീർച്ചയായും ഇതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല. മാറുന്ന ലോകത്ത് ആളുകൾ ജോലിയെയും ജീവിതത്തെയും എങ്ങനെ കാണുന്നു എന്നതിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. പണത്തിനു വേണ്ടി സമയം നഷ്ടപ്പെടുത്തുന്നതിൽ നിന്ന് സമയവും പണവും ഒരുമിച്ച് നേടുന്നതിലേക്ക് ഒരു കുടുംബം നടത്തിയ യാത്ര. നമുക്ക് അശ്വിൻ മിസ്ത്രിയുടെ പഴയ ജീവിതത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? അദ്ദേഹം ആദ്യം അച്ഛൻ്റെ കൂടെ ഒരു ബിസിനസ്സിലായിരുന്നു, ഓട്ടോമൊബൈൽ ബാറ്ററി ബിസിനസ്, പിന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനി, അതിനുശേഷം ബാങ്കിലും ജോലി ചെയ്തു. അതെ, ഈ വഴികളൊക്കെ ഒരുപാട് പേര് തിരഞ്ഞെടുക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്തായിരുന്നു അവിടുത്തെ പ്രധാന വെല്ലുവിളി? അവിടെയാണ് ഈ കഥയുടെ ഒരു തുടക്കം. സ്വന്തം ബിസിനസ്സിൽ അദ്ദേഹം നേരിട്ടത് ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. അദ്ദേഹം അതിനെ ഒരു ഡെബിറ്റ് ബിസിനസ് എന്നാണ് വിളിക്കുന്നത്. ഡെബിറ്റ് ബിസിനസ്സോ? അതായത് സാധനങ്ങൾ കടം കൊടുക്കണം, ഗ്യാരണ്ടി നിൽക്കണം, പിന്നെ ആ പണം തിരികെ കിട്ടുമോ എന്നറിയാതെ ഒരു ടെൻഷൻ, ഉറക്കമില്ലാത്ത രാത്രികൾ. ഒരുപാട് ചെറുകിട ബിസിനസ്സുകാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. അതെ, ബിസിനസ് ഒരുപക്ഷെ വളരുന്നുണ്ടാവാം, പക്ഷേ മനസ്സമാധാനം പോകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണോ അദ്ദേഹം ഉയർന്ന ശമ്പളമുള്ള ജോലിയിലേക്ക് മാറിയത്? അതെ, പക്ഷെ അവിടെയും സംഗതി വ്യത്യസ്തമായിരുന്നില്ല. ഉയർന്ന ശമ്പളം കിട്ടി, പക്ഷേ കൂടെ വന്നത് അതിലും വലിയ സ്ട്രെസ്സായിരുന്നു. ഓക്കേ. ബാങ്കിലെ ജോലിയിൽ കടുത്ത ടാർഗറ്റുകൾ, എപ്പോഴും മീറ്റിംഗുകൾ, കണക്കുകൾ, സ്വന്തം ബിസിനസ്സിൽ പണത്തിന്റെ ടെൻഷൻ, ജോലിയിൽ സമയത്തിന്റെയും ടാർഗറ്റിന്റെയും ടെൻഷൻ. അപ്പോൾ ഫലത്തിൽ സാഹചര്യങ്ങൾ മാറിയെന്നേ ഉള്ളൂ, അടിസ്ഥാന പ്രശ്നം അവിടെ തന്നെ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യമില്ലായ്മ അതുതന്നെ. അതിനിടയിൽ ആ മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലി 1 വർഷം കഴിഞ്ഞപ്പോൾ പോവുകയും ചെയ്തു. അതെ. അപ്പൊ നമ്മള് സുരക്ഷിതമെന്ന് കരുതുന്ന ജോലികൾക്ക് ശരിക്കും യാതൊരു സുരക്ഷിതത്വമില്ല എന്നൊരു തിരിച്ചറിവ് കൂടിയുണ്ടായി. കൃത്യമായി. ഒരു വശത്ത് കടക്കെണിയുടെ സാധ്യതയുള്ള ബിസിനസ്, മറുവശത്ത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന സമ്മർദ്ദം നിറഞ്ഞ ജോലി. ഈ 2 വഴികളും ശരിയല്ല എന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഡയറക്ട് സെല്ലിംഗ് എന്നൊരു ഇൻഡസ്ട്രിയെപ്പറ്റി കേൾക്കുന്നത്. ഒരു നിമിഷം, നമ്മൾ വെസ്റ്റീജ്, വിന്നിംഗ് ടീം, ഡയറക്ട് സെല്ലിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ചില ശ്രോതാക്കൾക്ക് ഇത് പുതിയ വാക്കുകളായിരിക്കാം. എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? ഒന്ന് സിമ്പിളായിട്ട് പറയാമോ? തീർച്ചയായും. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഒരു കമ്പനി അവരുടെ ഉൽപ്പന്നങ്ങൾ പരസ്യങ്ങൾക്കോ ഇടനിലക്കാർക്കോ പണം നൽകാതെ ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കുന്നു. ഇവിടെ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ അതിന്റെ വിതരണക്കാരാകാം. അത്രയുള്ളൂ. ഓക്കെ. വെസ്റ്റീജ് എന്നത് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഇന്ത്യൻ കമ്പനിയാണ്. അവർ ഹെൽത്ത്, ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെയാണ് നിർമ്മിക്കുന്നത്. അപ്പോ വിന്നിംഗ് ടീമോ? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വെസ്റ്റീജ് ബിസിനസ് എങ്ങനെ വിജയകരമായി ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന, അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നൽകുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. മനസ്സിലായി. അതായത് വെസ്റ്റീജ് എന്ത് ചെയ്യണം എന്നുള്ളതിനുള്ള പ്ലാറ്റ്ഫോം നൽകുമ്പോൾ വിന്നിംഗ് ടീം അതെങ്ങനെ സിമ്പിളായി ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നു. അപ്പോ ഈ 2 കാര്യങ്ങളും ചേർന്നപ്പോഴാണ് അശ്വിൻ മിസ്ത്രിക്ക് ഇതൊരു നല്ല അവസരമായി തോന്നിയത്. അതെ. വ്യക്തതയ്ക്ക് നന്ദി. അപ്പോ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, കടം കൊടുക്കലിന്റെ ടെൻഷനില്ല, അങ്ങനെ ഒരു ബിസിനസ് മോഡൽ, അതാണോ അദ്ദേഹത്തെ ഇതിലേക്ക് ആകർഷിച്ചത്? അത് തന്നെയാണ്. പരമ്പരാഗത ബിസിനസ്സിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വലിയ മുതൽ മുടക്കില്ല, കടം കൊടുക്കേണ്ട ആവശ്യമില്ല, സ്റ്റോക്ക് വെച്ച് നഷ്ടം വരുമോ എന്ന പേടി വേണ്ട. വളരെ ലളിതമായ ഒരാശയം. നിങ്ങൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുക, ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അത്രയുള്ളൂ. അതെ. ഈ ഒരു സിമ്പിൾ പ്രവൃത്തിയിലൂടെ ഒരു വലിയ ബിസിനസ് കെട്ടിപ്പടുക്കാനുള്ള സാധ്യതയാണ് അദ്ദേഹം കണ്ടത്. അതിന്റെ ഫലം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. വെറും 1 വർഷം കൊണ്ട് അദ്ദേഹം ക്രൗൺ ലെവലിലെത്തി. 6 അക്ക വരുമാനം നേടി. ഈ ക്രൗൺ
ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് ഒരുപക്ഷെ ഒന്നും മനസ്സിലാകണമെന്നില്ല. എന്താണ് ഈ പദവികൾ? നല്ല ചോദ്യമാണ്. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ ഒരു വ്യക്തിയും അവരുടെ ടീമും ചേർന്ന് എത്ര ബിസിനസ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി നൽകുന്ന അംഗീകാരങ്ങളാണ് ഈ പദവികൾ. ഓക്കേ. ഓരോ ലെവലും ഒരു മൈൽസ്റ്റോൺ ആണ്. നമ്മളൊരു വീഡിയോ ഗെയിമിൽ അടുത്ത ലെവലിലേക്ക് പോകുന്നത് പോലെ. ആ, ഇത് ആളുകൾക്കൊരു ലക്ഷ്യം തരും. ഓരോ ലെവൽ എത്തുമ്പോഴും വരുമാനം കൂടും. പിന്നെ കമ്പനി കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, ട്രാവൽ ഫണ്ട് പോലെയുള്ള ആനുകൂല്യങ്ങളും തരും. എനിക്കിതിൽ ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം അശ്വിൻ മിസ്ത്രി പറയുന്നതാണ്. ബാങ്കിൽ ചെയ്തിരുന്ന അതേ ജോലിയാണ് താൻ വെസ്റ്റീജിലും വിന്നിംഗ് ടീമിലും ചെയ്തത്. പക്ഷേ ഇവിടെ താൻ സ്ട്രെസ് ഫ്രീ ആണ് എന്ന്. അതെ. ഒരേ ജോലി, പക്ഷേ എങ്ങനെയാണ് ഫലം ഇത്ര വ്യത്യാസമാകുന്നത്? ഇത് കുറച്ച് വിചിത്രമായി തോന്നുന്നില്ലേ? ഒറ്റ നോട്ടത്തിൽ വിചിത്രമായി തോന്നാം. പക്ഷെ ഇതിന് പിന്നിൽ വ്യക്തമായൊരു മനഃശാസ്ത്രമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പ്രതിഭയായി മാറുന്നത് ജന്മനാ കിട്ടുന്ന കഴിവല്ല, മറിച്ച് നമ്മുടെ ശീലങ്ങൾ, വിശ്വാസങ്ങൾ, നമ്മൾ ആരുടെ കൂടെയാണ് സഹകരിക്കുന്നത് എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുമെന്ന്. ശരിയാണ്. ബാങ്കിലെ ജോലിയിൽ അദ്ദേഹത്തിന് മുകളിൽ ടാർജറ്റ് കൊടുക്കുന്ന, പ്രഷർ ചെയ്യുന്ന മേലധികാരികളാണ്. അവിടെ ഒരു മത്സരമാണ്. എന്നാൽ ഇവിടെയോ? ഇവിടെ അദ്ദേഹത്തെ സഹായിക്കാനും വളർത്താനും ആഗ്രഹിക്കുന്നൊരു ടീമുണ്ട്. അതാണോ വ്യത്യാസം? അതാണ് പ്രധാന വ്യത്യാസം. വിന്നിംഗ് ടീം പോലൊരു സപ്പോർട്ട് സിസ്റ്റത്തിൽ നിങ്ങളുടെ വിജയം നിങ്ങളുടെ ടീമിന്റെയും വിജയമാണ്. അതുകൊണ്ട് എല്ലാവരും പരസ്പരം സഹായിക്കുന്നു, വിജയിച്ച ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതിനെ സോഷ്യൽ പ്രൂഫ് എന്ന് പറയാം. അവർക്ക് സാധിക്കുമെങ്കിൽ എനിക്കും സാധിക്കും എന്നൊരു വിശ്വാസം നമ്മളിൽ അറിയാതെ വരും. അതെ അതെ. ചുരുക്കി പറഞ്ഞാൽ, ഒരേ ജോലി ചെയ്യുമ്പോൾ പോലും നമ്മുടെ ചുറ്റുമുള്ള സിസ്റ്റം മാറുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയും ഫലവും മാറും. ഒന്ന് നമ്മുടെ എനർജി എടുക്കുമ്പോൾ മറ്റൊന്ന് വളരാനുള്ള എനർജി തരുന്നു. ഈ വിജയം വളരെ വലുതാണ്. പക്ഷേ ഒരു ചോദ്യം, ഈ ഇൻഡസ്ട്രിയിലെ എല്ലാവരും ഇതുപോലെ വിജയിക്കുന്നില്ല എന്നൊരു വാദവുമുണ്ടല്ലോ. അപ്പോ അശ്വിൻ മിസ്ത്രിയുടെ വിജയത്തിന് പിന്നിൽ ഈ സിസ്റ്റം മാത്രമാണോ, അതോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവിനും പരിശ്രമത്തിനും വലിയ പങ്കുണ്ടോ? അതൊരു പ്രഭാർത്തക നിരീക്ഷണമാണ്. ഒരു സിസ്റ്റം എത്ര മികച്ചതാണെങ്കിലും വ്യക്തിപരമായ പരിശ്രമമില്ലാതെ വിജയം സാധ്യമല്ല. വിന്നിംഗ് ടീം ഒരു വഴി കാണിച്ചു തരുന്ന ഗൈഡ് പോലെയാണ്. ആ വഴിയിലൂടെ നടക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ശരിയാണ്. അശ്വിൻ മിസ്ത്രിയുടെ വിജയം കാണിക്കുന്നത് ശരിയായ സിസ്റ്റത്തിന്റെ പിന്തുണയോടെ ഒരു സാധാരണക്കാരന് എത്രത്തോളം ഉയരങ്ങളിൽ എത്താൻ സാധിക്കുമെന്നതാണ്. സിസ്റ്റം യാത്ര സിമ്പിളാക്കുന്നു, പക്ഷേ യാത്ര ചെയ്യാനുള്ള തീരുമാനം നമ്മുടേതാണ്. നമുക്ക് വിജയത്തിന്റെ നിർവചനത്തിലേക്ക് തിരികെ വരാം. അവരുടെ ഏറ്റവും വലിയ നേട്ടം ആ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പദവിയോ കോടികളുടെ വീടോ അല്ലെന്ന് അദ്ദേഹം പറയുന്നു. അതെ. പകരം തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നൊന്നുമില്ല. ഇപ്പോൾ എല്ലാ ദിവസവും ഞായറാഴ്ചയാണ്. ഇതാണോ അവർ കണ്ടെത്തിയ യഥാർത്ഥ സ്വാതന്ത്ര്യം? അത് തന്നെ. അതിനെയാണ് ടൈം ഫ്രീഡം അഥവാ സമയത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പണം ഒരുപാടുണ്ടാവാം, പക്ഷെ അത് ആസ്വദിക്കാൻ സമയമില്ലെങ്കിലോ? ഒരു കാര്യവുമില്ല. ഇഷ്ടമുള്ളപ്പോൾ ഉണരുക, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര പോകുക. ഈയൊരു ജീവിതശൈലി പണം കൊണ്ട് മാത്രം കിട്ടില്ല, അതിന് സമയവും കൂടി വേണം. ഈ ജീവിതശൈലിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മകൻ നീലിന്റെ തീരുമാനം. അതെ. കാനഡയിൽ പഠിച്ച് നല്ലൊരു ജോലിയിൽ പ്രവേശിച്ചൊരു ചെറുപ്പക്കാരൻ. പലരും സ്വപ്നം കാണുന്നൊരു ലൈഫ്. എന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് തിരികെ വന്നു. ആ തീരുമാനം ഈ കഥയിലെ ഏറ്റവും ശക്തമായൊരു ഭാഗമാണ്. നീലൊരു കാര്യം തിരിച്ചറിഞ്ഞു. കുടുംബത്തിൽ നിന്ന് അകന്നുനിന്ന് താൻ സമ്പാദിക്കുന്ന പണം കൊണ്ട് അവർക്ക് സന്തോഷം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ പണത്തിന് എന്ത് വില? കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിയാത്ത പണത്തിന് തന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന ആ തിരിച്ചറിവ് വളരെ വലുതാണ്. പക്ഷേ ഒരു സംശയം, കാനഡയിലെ ജീവിതം ഉപേക്ഷിച്ച് തിരികെ വരാനുള്ള നീലിന്റെ തീരുമാനം അത് എല്ലാവർക്കും പ്രായോഗികമാകുമോ? ഇവിടെ മാതാപിതാക്കൾ സാമ്പത്തികമായി ഒരു വലിയ സുരക്ഷിതത്വം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ആ തീരുമാനമെടുക്കാൻ കഴിഞ്ഞത്? തീർച്ചയായും അതൊരു നിർണായക ഘടകമാണ്. അത് ഈ ബിസിനസ് മോഡലിന്റെ മറ്റൊരു വശം കാണിച്ചിരുന്നുണ്ട്. ഒരു ലെഗസി അഥവാ പാരമ്പര്യം സൃഷ്ടിക്കാനുള്ള കഴിവ്. അശ്വിൻ മിസ്ത്രി കെട്ടിപ്പടുത്തത് ഒരു വരുമാനം മാത്രമല്ല, ഒരു ആസ്തിയാണ്. അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിയുന്ന ഒരു ആസ്തി. ശരിയാണ്. അതുകൊണ്ടാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം മകൻ തങ്ങളോടൊപ്പം ഈ ബിസിനസ്സിൽ പങ്കാളിയായതാണ് എന്ന് അശ്വിൻ പറയുന്നത്.
ഇത് തലമുറകളിലേക്ക് കൈമാറാൻ കഴിയുന്ന ഒരു വിജയമാണ്. അതെ, പണത്തേക്കാളും പദവികളേക്കാളും വലിയ സന്തോഷം കുടുംബം ഒരുമിച്ചിരിക്കുന്നതിലാണ് എന്നൊരു സന്ദേശം അതിലുണ്ട്. ഇനി ഹീന മിസ്ത്രി പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം. ഒരാളെ അടുക്കളയിൽ നിന്ന് വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണിതെന്ന്. അത് വളരെ ശക്തമായ ഒരു പ്രസ്താവനയാണ്. വളരെ ശക്തമായ ഒരു പ്രസ്താവനയാണത്. അതിന് സാമൂഹികമായി വലിയ പ്രാധാന്യമുണ്ട്. വിദ്യാഭ്യാസമോ മുൻ പരിചയമോ ഉയർന്ന സാമ്പത്തിക പശ്ചാത്തലമോ ഇതൊന്നും ഇവിടെ വിജയത്തിനൊരു മാനദണ്ഡമല്ല. ഈ പ്ലാറ്റ്ഫോം അവസരം നൽകുന്നു. അത് വലിയൊരു കാര്യമാണ്. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ആർക്കും ഇവിടെ വിജയിക്കാമെന്ന വലിയൊരു സന്ദേശമാണതിലുള്ളത്. അപ്പോൾ പശ്ചാത്തലം എന്തായാലും പരിശ്രമിക്കാൻ തയ്യാറുള്ള ആർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താം. അതൊരു തരം എല്ലാവർക്കുമുള്ള ക്ഷണമാണ്. അതെ, നമുക്കൊരുമിച്ചൊരു വലിയ ബിസിനസ് കെട്ടിപ്പടുത്താം, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും ഇവിടെ സാക്ഷാത്കരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവസാനിപ്പിക്കുന്നത്. അതിലെ ഒരുമിച്ച് എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. പരമ്പരാഗത ബിസിനസ്സിലോ ജോലിയിലോ നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. എന്നാൽ ഇവിടെ വിജയം ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ടതില്ല. അതെ, നിങ്ങളെ സഹായിക്കാനും വഴികാട്ടാനും ഒരു ടീം എപ്പോഴും കൂടെയുണ്ടാകും. അതാണ് വിന്നിംഗ് ടീം എന്ന സിസ്റ്റം ഉറപ്പു നൽകുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? സമ്മർദ്ദം നിറഞ്ഞ ജോലിയിൽ നിന്നും കടക്കെണിയിലാക്കുന്ന ബിസിനസ്സിൽ നിന്നും മാറി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും കുടുംബത്തോടൊപ്പമുള്ള സന്തോഷത്തിലേക്കും വെസ്റ്റീജ് വിന്നിംഗ് ടീം പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ സിമ്പിളായിട്ട് എത്തിച്ചേരാമെന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതെ, ഈ അനുഭവം കാണിച്ചു തരുന്ന പ്രധാന കാര്യം വിജയിക്കാൻ ജോലി മാറിയാൽ മാത്രം പോരാ. നമ്മുടെ ചിന്താരീതിയും നമ്മൾ സഹകരിക്കുന്ന ആളുകളും അടങ്ങുന്ന നമ്മുടെ സിസ്റ്റം തന്നെ മാറണമെന്നതാണ്. ശരിയാണ്. ശരിയായ സിസ്റ്റത്തിന്റെ ഭാഗമാകുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും വളരെ ലളിതമായി മാറും. ഇവിടെ വിജയത്തിന്റെ നിർവചനം തന്നെ മാറുകയാണ്. പണം മാത്രമല്ല, സമയവും സമാധാനവും കുടുംബ ബന്ധങ്ങളുമാണ് യഥാർത്ഥ സമ്പത്ത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനൊരു കാര്യം തരാം. അശ്വിൻ മിസ്ത്രിയുടെ കഥ നമ്മളോട് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയേക്കാൾ പ്രധാനം നമ്മൾ ജോലി ചെയ്യുന്ന അന്തരീക്ഷമാണെന്നാണ്. ബാങ്കിലെ സമ്മർദ്ദം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് പരസ്പരം സഹായിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് മാറിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറിയത്. ഇത് നിങ്ങളോടും ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ നിലവിലെ തൊഴിൽ അന്തരീക്ഷം നിങ്ങളിൽ നിന്ന് ഊർജമെടുക്കുകയാണോ അതോ നിങ്ങൾക്ക് ഊർജം നൽകുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏത് തൊഴിൽ മേഖലയിലായാലും നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സിസ്റ്റം എങ്ങനെ കെട്ടിപ്പടുക്കാൻ സാധിക്കും?